ഒരൊറ്റ രാത്രി കൊണ്ട് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടത് 1.5 കോടി മനുഷ്യർക്കാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാട്ടിൽ അന്യരായി മാറി. ട്രെയിനുകൾ മൃതദേഹങ്ങളുമായി എത്തി. അതിലുപരി ഇന്ത്യ എന്താണെന്ന് പോലും അറിയാത്ത ഒരു ബ്രിട്ടീഷുകാരൻ വെറും 5 ആഴ്ച കൊണ്ട് നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചു. ലക്ഷങ്ങളുടെ ജീവനെടുത്ത ഇന്ത്യ വിഭജനത്തിന് പിന്നിൽ നടന്ന യഥാർത്ഥ കഥയാണിത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ നിമിഷം ഡൽഹിയിൽ ആഘോഷം നടക്കുമ്പോൾ പഞ്ചാബിലെയും ബംഗാളിലെയും തെരുവുകളിൽ രക്തമൊഴുകുകയായിരുന്നു. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ജനിച്ചു വളർന്ന മണ്ണിൽ അവർ പെട്ടെന്ന് അഭയാർത്ഥികളായി മാറി. ഒന്നിച്ച് കളിച്ചു വളർന്ന അയൽവാസികൾ ശത്രുക്കളായി. അതിർത്തി കടന്നെത്തിയ പല ട്രെയിനുകളിലും ജീവനുള്ള മനുഷ്യരായിരുന്നില്ല, മറിച്ച് 100 കണക്കിന് മൃതദേഹങ്ങളായിരുന്നു. മനുഷ്യചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? 1947 മുമ്പ് ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരെ തിരിയുന്ന ഇന്ത്യക്കാരുടെ ഐക്യം അവർക്ക് എപ്പോഴും ഒരു ഭീഷണിയായിരുന്നു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയ ഭിന്നതയും ഇന്ത്യയിൽ ശക്തമായി വളർന്നു. അന്ന് പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, മതഭേദമന്യേ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഇന്ത്യ. 2, മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്നൊരു പ്രത്യേക രാജ്യം. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഒടുവിൽ 1947 ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും. എന്നാൽ ഈ അതിർത്തി രേഖ വരയ്ക്കാനുള്ള ചുമതല ലഭിച്ചത് സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷ് വക്കീലിനായിരുന്നു. ഏറ്റവും വലിയ ദുരന്തം എന്തെന്നാൽ അതിനു മുമ്പ് അയാൾ ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമോ ജനങ്ങളുടെ വികാരമോ അറിയാത്ത അയാൾ വെറും 5 ആഴ്ചകൾ കൊണ്ടാണ് ഇന്ത്യയെ 2ആക്കി വെട്ടിമുറിച്ചത്. ഈ പ്രഖ്യാപനം വന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഓഗസ്റ്റ് 14, 15 തീയതികളിൽ ആളുകൾ ഉറക്കമുണർന്നത് തങ്ങൾ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന് പോലും അറിയാതെയാണ്. ചിലരുടെ വീട് ഇന്ത്യയിലും മുറ്റം പാകിസ്ഥാനിലുമായി. അതിനുശേഷം ലോകം കണ്ടത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിലൊന്നാണ്. തങ്ങളുടെ ജീവനും സ്വന്തം കുടുംബവും മാത്രം കയ്യിൽ പിടിച്ച് ഏകദേശം 1.5 കോടിയോളം ആളുകൾ അതിർത്തി കടന്ന് പലായനം ചെയ്തു. വഴിനീളെ മതത്തിൻ്റെ പേരിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ അരങ്ങേറി. സ്ത്രീകളും കുട്ടികളും ക്രൂരമായി വേട്ടയാടപ്പെട്ടു. പഞ്ചാബിലൂടെ ഓടിയ പല ട്രെയിനുകളും ഗോസ്റ്റ് ട്രെയിൻ അഥവാ പ്രേതവണ്ടികൾ എന്നറിയപ്പെട്ടു. ചരിത്രകാരന്മാരുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെ മനുഷ്യരാണ് ആ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടത്. കൃത്യമായ എണ്ണം ഇന്നും ലോകത്തിനും അറിയില്ല. വിഭജനം അവിടെ അവസാനിച്ചില്ല. ഇന്ത്യയുടെ ഭൂപടം വരച്ചപ്പോൾ ഇന്ത്യയിലെ കാശ്മീരിന് വേണ്ടി പിന്നീട് പല യുദ്ധങ്ങൾക്കും കാരണമായി. 1947, 65, 71 ഒടുവിൽ കാർഗിൽ യുദ്ധം. ആ അതിർത്തികൾ ഇന്നും സംഘർഷഭരിതമാണ്. 1947 രാഷ്ട്രീയ നേതാക്കളും ബ്രിട്ടീഷുകാരും ചേർത്തുവെച്ച ആ തീരുമാനം ഇന്നും ദക്ഷിണേഷ്യയുടെ സമാധാനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ കളികളിൽ അന്ന് നഷ്ടം സംഭവിച്ചത് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർക്കാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ദുരന്തങ്ങളിലൊന്നായ ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചരിത്രത്തിലെ ഇതുപോലത്തെ മറക്കാനാവാത്ത യഥാർത്ഥ കഥകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.